പരീക്ഷാ ക്രമക്കേട് തടയൽ ബില്ല് ഉച്ചതിരിഞ്ഞ് രാജ്യസഭയിൽ അവതരിപ്പിക്കും. വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റുകൾ ഉപയോഗിച്ചതിൽ അമിത്ഷാ വിശദീകരണം നൽകണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയതിലുള്ള പ്രതിഷേധത്തിൽ ലോക്സഭ ചേർന്നയുടൻ നിർത്തിവെച്ചു. രാമക്ഷേത്ര സംഭാവന കൊള്ള ഉന്നയിച്ചും വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ഉത്തരവിട്ടത് ആരെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടും പ്രതിപക്ഷം പാർലമെന്റിന് പുറത്ത് ധർണ നടത്തി. പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, വിശദാംശങ്ങൾ. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്കായിരിക്കും പരീക്ഷാ ക്രമക്കേടുകൾ തടയാനുള്ള ബില്ല് രാജ്യസഭ പരിഗണിക്കുക. ഇത് രാവിലത്തെ കാര്യപരിപാടിയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും പിന്നീട് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഈ ബില്ല് ഇന്ന് ഉച്ചയ്ക്ക് ചർച്ചയ്ക്കെടുക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 2 മണിക്ക് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിക്കുന്നുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെ രാജ്യസഭയിൽ പ്രതിപക്ഷം മറ്റു വിഷയങ്ങൾ, അതായത് അമിത്ഷാ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടു തുടങ്ങിയ വിഷയങ്ങളിൽ സഭ തടസ്സപ്പെട്ടിരുന്നു. പൂർണ്ണമായി പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. സഭാ നടപടികൾ തുടരുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ അനുവദിക്കാത്ത വിഷയം, അതോടൊപ്പം തന്നെ രാമക്ഷേത്ര സംഭാവന കൊള്ള, ഈ വിഷയങ്ങളിലൊക്കെ തന്നെ എസ് പിയും കോൺഗ്രസും വലിയ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് സഭ ചേർന്ന ഉടൻ തന്നെ നിർത്തിവെക്കുകയായിരുന്നു. പാർലമെന്റ് കവാടത്തിന് മുന്നിൽ ഇന്ന് രാവിലെ 2 പ്രതിഷേധ പരിപാടികളാണ് കണ്ടത്. ഒന്ന്, സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിൽ രാമക്ഷേത്ര സംഭാവന കൊള്ള ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതീകാത്മക സമരം ഉണ്ടായിരുന്നു. അതിലൊന്ന് കാണിക്കപ്പെട്ടി മകരദ്വാറിന് മുന്നിൽ വെച്ച് അതിൽ എംപിമാർ പണമിടുന്ന ഒരു പ്രതീകാത്മക സമരമാണ് എസ് പിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷ അംഗങ്ങളെല്ലാവരും അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ നൽകുന്ന പോലീസിൻ്റെ അതിക്രമം, ബലപ്രയോഗം, അതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നുള്ള തരത്തിലുള്ള അതിനുവേണ്ടിയുള്ള പ്രതിഷേധവും കൂടി ഇന്ന് പാർലമെന്റിലുണ്ടായിരുന്നു. ഏതായാലും സുപ്രധാനമായിട്ടുള്ള പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയുള്ള ബില്ലിൽ ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ളവർ സംസാരിക്കുന്നുണ്ട്.